അപ്പോൾ എല്ലാവർക്കും V4V Vlogsന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഓട്ടോ വ്ളോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നാളെ നമ്മൾ ട്രാവൽ വ്ളോഗ് കണ്ടു, അതുപോലെ സർപ്രൈസിങ് വ്ളോഗുകൾ കണ്ടു. അപ്പോൾ ഇന്നൊരു ഡിഫറെന്റ് ആയിട്ടൊരു ഓട്ടോ വ്ളോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും ഹിറ്റായിട്ട് നിൽക്കുന്ന നമ്മുടെ കിയയുടെ സെൽട്ടോസ് എന്ന് പറഞ്ഞ വാഹനമാണ്. കിയ വരുന്നത് GT ലൈനും അതുപോലെ ടെക് ലൈൻ എന്ന് പറയുന്ന രണ്ട് സെക്ഷനായിട്ടാണ് വരുന്നത്. ഇത് വരുന്നത് ടെക് ലൈനിലാണ് ഇത് വരുന്നത്. ഇത് ടെക് ലൈനിൽ വരുന്ന HTK പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ്. ഈ മോഡലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ ആദ്യം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് എടുക്കാം. എന്ത് സ്റ്റണ്ണിങ് ആയിട്ടുള്ള ലുക്കാണ് അല്ലേ ഈ ഗ്രില്ല്. ഇതിൻ്റെ ഏറ്റവും സിഗ്നേച്ചർ ആയിട്ടുള്ള ഇതിൻ്റെ ടൈഗർ നോസ് ഗ്രില്ലാണ്. നമുക്ക് ആ റോഡ് പ്രസൻസ് എടുത്ത് കാണിക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് ഈ ടൈഗർ നോസ് ഗ്രില്ല്. പിന്നെ ഈ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ സ്പോർട്ടി ലുക്ക് തരുന്ന ഈ ഒരു ബോഡി ലൈനാണ്. ഒരു മസിൽ കാറിന്റെ ലുക്കാണ് നമുക്ക് തരുന്നത്. പിന്നെ നമുക്ക് കാണാം ഇവിടെ നിന്ന് ഒരു ഡയമണ്ട് കട്ടുള്ള ഒരു ലൈൻ. ഇത് കംപ്ലീറ്റ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം കംപ്ലീറ്റ് കവർ ചെയ്ത് ഈ അറ്റം വരെ വരുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് ഹെഡ്ലൈറ്റിനെ കുറിച്ചാണ്. ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. ഇതിന്റെ മുകളിലത്തെ മോഡലിലൊക്കെ LED ഹെഡ്ലൈറ്റുകൾ വരുന്നുണ്ട്, പ്രൊജക്റ്റഡ് LED ഹെഡ്ലൈറ്റ്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഇതിന്റെ DRL. അത് ഭയങ്കര നല്ല ലുക്കാണ്. റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ അന്യായ റോഡ് പ്രസൻസ് ആണ്. നമുക്ക് റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ കിയ സെൽട്ടോസ് ആണ് വരുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. പിന്നെ നല്ല സ്റ്റൈലിഷ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. ഫോഗ് ലൈറ്റ് HTK പ്ലസ് മുതലാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു എയർ ഡാം ഉണ്ട്. അതിന് താഴെയായിട്ടൊരു സ്കിഡ് പ്ലേറ്റ് ഉണ്ട്, ഒരു സിൽവർ ടച്ചിൽ. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് പോകാം. സൈഡ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ വ്യൂ പോകുന്നത് ഈ അലോയ് വീലിലേക്കായിരിക്കും. നല്ല അടിപൊളി ഒരു അലോയ് വീലാണ് വരുന്നത്. ടയർ സൈസ് വരുന്നത് 16 ഇഞ്ച് ടയറാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഡിസ്ക് വരുന്നുണ്ട്, പക്ഷേ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഡ്രമ്മാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു അടിപൊളി ഒരു ഫൈബറിൻ്റെ ഒരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ആ ക്ലാഡിങ് ഇവിടെ എല്ലാം കവറായി പോയിട്ടുണ്ട്. പിന്നെ വരുന്നത് ഒരു ഓട്ടോ ഫോൾഡിങ് മിററാണ്. ഇതിനകത്തൊരു അടിപൊളി ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. ഡുവൽ ടോൺ റെയിൽ വരുന്നുണ്ട്, റൂഫ് റെയിൽ. ഇത് ഡുവൽ ടോൺ ആണ്, സിൽവറും ബ്ലാക്കും കൂടെ ചേർന്നൊരു ഫിനിഷിലാണ് വരുന്നത്. ഫ്യൂവൽ ലീഡ് വരുന്നുണ്ട്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 50 ലിറ്റേഴ്സ് ആണ് ഫ്യൂവൽ കപ്പാസിറ്റി വരുന്നത്. ഇനി നമുക്ക് ബാക്കിലെ വ്യൂവിലേക്ക് പോകാം. ഇപ്പോൾ ടെയിൽ ലൈറ്റ് എന്ന് പറയുമ്പോൾ ടെയിൽ ലൈറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഇത്രയും ഭാഗത്തോളം കവർ ചെയ്യുന്ന രീതിയിലാണ് ടെയിൽ ലൈറ്റ് വന്നിരിക്കുന്നത്. ടെയിൽ ലൈറ്റ് ഇതിനകത്ത് വരുന്നത് ഹാലജൻ ആണ്, പക്ഷേ ഇതിന് ശേഷമുള്ള എല്ലാ മോഡൽസിലും LED ടെയിൽ ലൈറ്റുകളാണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് സെൽട്ടോസിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. പിന്നെ ഇവിടെ ഒരു റിഫ്ലക്ടർ ഉണ്ട്. ഇതിൻ്റെ ആ ഭാഗത്തുനിന്ന് ഒരു സ്ട്രിപ്പ് വരുന്നുണ്ട്, ഒരു സിൽവർ ഫിനിഷിങ്ങിൽ ഒരു സ്ട്രിപ്പ് വരുന്നുണ്ട്. അവിടെ സെൻട്രലായിട്ട് നമുക്ക് കിയയുടെ ഒരു ലോഗോ കാണാം. ഈ സിൽവർ സ്ട്രിപ്പ് നമുക്ക് അടുത്ത ടെയിൽ ലൈറ്റിൻ്റെ ആ ഒരു എൻഡ് വരെ നമുക്ക് കാണാൻ പറ്റും. കിയയുടെ ലോഗോവിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ക്യാമറ കാണാൻ പറ്റും. നല്ല വൈഡ് ആംഗിൾ ക്യാമറയാണ്. ഇവിടെ ഒരു വൈപ്പർ ഉണ്ട്, ഡീഫോഗർ വരുന്നുണ്ട്. സ്പോയിലർ ഈ മോഡലിന് വരുന്നില്ല, നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് കയറ്റാം. പിന്നെ വരുന്നത് ഒരു ഷാർക്ക് ആൻറ്റിന വരുന്നുണ്ട്. നമ്മൾ താഴത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ 2 മഫ്ലർ കാണാം. ഇത് ഏകദേശം 2020 മോഡലിലാണ് ഇത് വന്നേക്കുന്നത്. അതിന് മുമ്പുള്ള മോഡലിൽ ഈ 2 മഫ്ലേഴ്സ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഒരു സിൽവർ ഫിനിഷിങ്ങിൽ ഒരു പ്ലേറ്റ് കാണാം. അപ്പോൾ ബൂട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. 433 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്.
ഈ സെഗ്മെൻറ്റിൽ വരുന്നതിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു മോഡലാണ്. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റിയ ഒരു ഡിക്കി ലാമ്പുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല പ്രകാശമുള്ള ലാമ്പാണ്. പിന്നെ ഇവിടെ ഒരു ഹുക്ക് വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ ടാഗ് ചെയ്യാം. ഇതൊരു മാറ്റ് വരുന്നുണ്ട്. ഇത് എക്സ്ട്രാ അക്സസറിയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റെപ്പിൻ്റെ ടയർ കാണാം. ഇതിന് അലോയ് അല്ല വരുന്നത്, ഇതിന് സ്റ്റീലാണ് വരുന്നത്. പിന്നെ ടൂൾസും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്കൊരു സ്പേസ് ഉണ്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട്. ആ സൈഡിലുമുണ്ട്. ഇതൊക്കെയാണ് ഡിക്കി സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് Kia Seltos HTK Plusൻ്റെ കീ വരുന്നത്. ഇതിനകത്ത് നമുക്ക് ലോക്ക് ചെയ്യാനുള്ളൊരു ബട്ടണുണ്ട്, അതുപോലെ അൺലോക്ക് ചെയ്യാൻ, പിന്നെ ഡിക്കി അൺലോക്ക് ചെയ്യാനുള്ളൊരു സ്വിച്ച് ഉണ്ട്. കീലെസ് എൻട്രി ആയതുകൊണ്ട് നമ്മൾ താക്കോല് കയ്യിൽ കരുതിയാൽ മതി. എന്നിട്ട് ഈ ബട്ടണിൽ ഞെക്കിയാൽ നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ അൺലോക്കായി നമുക്ക് അകത്തേക്ക് കയറാം. ഇനി നമുക്ക് ഇൻറ്റീരിയറിലെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം എടുത്ത് പറയേണ്ട സീറ്റാണ്. നല്ല അടിപൊളി സീറ്റാണ്. ഫാബ്രിക് സീറ്റാണ് ഇതിനകത്ത് വരുന്നത്. ഇതിപ്പോൾ സീറ്റ് കവറാണ്. നല്ലൊരു ലക്ഷറി ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി സീറ്റ് കവറാണ്. അപ്പോൾ ഇതിനകത്ത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല വരുന്നത്, ഇതിനകത്ത് മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. നമുക്ക് ഹൈറ്റ് ഈ ലിവറിൽ ഇത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ബാക്കിൽ നമുക്ക് റീക്ലൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലിവറാണ്. അപ്പോൾ ഡോർ പാനലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു ക്രോമിയം ഫിനിഷിലുള്ള ഡോർ ഓപ്പൺ ചെയ്യുന്ന ലിവറുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്രോമിയം ഫിനിഷ് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നമുക്ക് ഇവിടെ ഒരു ട്യൂട്ടർ കാണാം, അതുപോലെ സ്പീക്കേഴ്സ് കാണാം. 4 സ്പീക്കേഴ്സും പിന്നെ അതുപോലെ 2 ട്യൂട്ടറും. പിന്നെ നമുക്ക് ഇവിടെ വേറെ മെയിനായിട്ട് കോമൺ ആയിട്ട് കാണുന്ന ഫംഗ്ഷൻസൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് മിറർ അകത്തുനിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചസാണിത്. പിന്നെ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ പവർ വിൻഡോൻ്റെ സ്വിച്ചസാണ് ഈ കാണുന്നത് 4 പിന്നെ പവർ വിൻഡോ ലോക്ക് ചെയ്യാനുള്ള ബട്ടൺ. ഇവിടെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാം. പിന്നെ ബോട്ടിൽ വെക്കാനുള്ള സ്പേസും കൂടി ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഒരു നല്ലൊരു ഫിനിഷിങ്ങിൽ നമുക്ക് കാണാം. ലെതർ ഫിനിഷിംഗ് ഒന്നുമല്ല എങ്കിലും നല്ല റിച്ച് ലുക്ക് ഉണ്ട്. പുഷ് സ്റ്റാർട്ട് എഞ്ചിനാണ് വരുന്നത്. അടിപൊളിയാണ്. നമുക്കിവിടെ ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചസ് കാണാൻ പറ്റും. അപ്പോൾ നല്ല ഉഗ്രൻ സ്റ്റിയറിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 3 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. വോയിസ് കമാൻഡിനുള്ള സ്വിച്ച് ഉണ്ട്, അതുപോലെ മോഡ് ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ച് ഉണ്ട്, അതുപോലെ കോൾ അറ്റൻഡ് ചെയ്യാനും കോൾ എൻഡ് ചെയ്യാനുള്ള സ്വിച്ചസ് ഉണ്ട്. പിന്നെ ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. പിന്നെ ഇവിടെ റീസെറ്റ് ബട്ടൺ ഉണ്ട്. അപ്പോൾ സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നല്ല അടിപൊളി ഒരു ഹോണാണ് വരുന്നത്, നല്ല കിടിലൻ ഹോണാണ്. പിന്നെ വണ്ടിയിൽ വരുന്ന 2 എയർ ബാഗാണ്, പാസഞ്ചർ സൈഡിലും ഡ്രൈവർ സൈഡിലും എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ സ്റ്റിയറിംഗ് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മീറ്റർ കൺസോളിലേക്ക് വരുമ്പോൾ നല്ല അടിപൊളി അട്രാക്റ്റീവ് ആയിട്ടുള്ള മീറ്റർ കൺസോളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഡിജിറ്റലും അനലോഗും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ്. അത്യാവശ്യം എല്ലാ ഇൻഫോർമേഷൻസും നമുക്ക് ഈ മീറ്റർ കൺസോളിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അതിനൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി ലുക്കാണ്, നല്ലൊരു റിച്ച് ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും വണ്ടിക്ക് അകത്ത് തന്നെ കയറുമ്പോൾ. ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വന്നേക്കുന്ന അപ്ഡേറ്റ്സിലാണ് ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷ് വന്നിരിക്കുന്നത്. ഇതിന് മുമ്പ് ഇറങ്ങിയ സെൽട്ടോസിലൊന്നും ഈ ഒരു കമ്പോണൻ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വന്നൊരു അപ്ഡേറ്റ് ആണത്. നല്ല റിച്ച് ലുക്ക് തന്നെ വണ്ടിക്ക് തരുന്നുണ്ട്. നമുക്ക് ഇൻറ്റീരിയറിൽ കയറുമ്പോൾ തന്നെ ഒരു റിച്ച് ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, നമുക്കതൊന്ന് കാണാം. ഇതിനകത്ത് നമുക്ക് മൂഡ് ലൈറ്റ് ഉണ്ട്. ഇതിനകത്ത് അത്യാവശ്യം എല്ലാ കളേഴ്സിലും നമുക്ക് മൂഡ് ലൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഹാൻഡ് ബ്രേക്ക് ഇട്ടാൽ മാത്രമേ നമുക്ക് ആ ഫീച്ചറിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ സൗണ്ട് മൂഡ് ലാമ്പ് എന്നുള്ള ഓപ്ഷൻ എടുത്ത് പാർട്ടി ടൈം, ഹേ യു, ട്രാവലിംഗ്, റൊമാൻസ്, അങ്ങനെ ഒരുപാട് തീമുകളുണ്ട്. ഇതിനകത്ത് ഏത് തീം വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി കളർ മാത്രമാണെങ്കിൽ കളർ മാത്രം നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ സെറ്റ് ചെയ്ത് നമുക്ക് മൂഡ് ലൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറാണ്.
അത്യാവശ്യം നല്ല നമുക്ക് രാത്രിയൊക്കെ നൈറ്റൊക്കെ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് നന്നായിട്ട് കിട്ടുക. പിന്നെ വരുന്നത് ഫോൺ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ കോൾസുകളും കാര്യങ്ങളെല്ലാം നമുക്ക് മാനേജ് ചെയ്യാം. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം സപ്പോർട്ട് ചെയ്യും. പിന്നെ നമുക്ക് DRVM എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി റണ്ണിങ്ങിൽ തന്നെ നമുക്ക് ബാക്കിലെ വ്യൂ എല്ലാം ക്യാമറയിലൂടെ കാണാൻ പറ്റും. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. കണ്ടോ, നമുക്ക് ബാക്കിലെ വ്യൂ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. അത് നല്ലൊരു അടിപൊളി ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൻ്റെ MBBS MD പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്പീക്കേഴ്സാണ് വരുന്നത്. നമുക്ക് ടച്ച് പോലെ തന്നെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചുകളും നമുക്ക് ഇവിടെ എല്ലാം കാണാം. AC വെൻ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നല്ലൊരു അടിപൊളി ലുക്കാണ്. നല്ലൊരു ഇൻറ്റീരിയറിൽ നല്ലൊരു റിച്ച് ഫീലിംഗ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ വരുമ്പോൾ നമുക്ക് ഡാഷ്ബോർഡിൽ തന്നെ ഇവിടെ ഒരു നല്ലൊരു ഡിസൈനിലൊരു ബ്ലാക്ക്, അതും പിയാനോ ഫിനിഷിൽ തന്നെയാണ് വന്നേക്കുന്നത്. പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വന്നേക്കുന്നത്. അത് നല്ലൊരു രസമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ AC യുടെ കൺട്രോൾസ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ കോ പാസഞ്ചറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു ഹാൻഡിൽ ഇവിടെ ഉണ്ട്. അത് നല്ലൊരു ഉപകാരമുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു 12 വാട്ടിൻ്റെ ഒരു ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. പിന്നെ ഇത് ഒരു USB പോർട്ടാണ്. ഇത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാനുള്ള ഒരു USB പോർട്ടാണ്. പിന്നെ ഇവിടെ ഒരു ചാർജിങ് USB പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ ഗിയറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിനകത്തൊരു 6 സ്പീഡ് ഗിയർ ബോക്സാണ് നമുക്ക് വരുന്നത്. പിന്നെ ഗിയറിന് ചുറ്റും നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ നല്ലൊരു റിച്ച് ഫീലിങ്ങിലുള്ളൊരു ഇത് കാണാൻ പറ്റും. അതുകൂടാതെ നമുക്കൊരു സിൽവർ ഒരു ഔട്ട്ലൈനും കാണാൻ പറ്റും ഗിയറിന് ചുറ്റും. പിന്നെ നമുക്ക് ഇവിടെ ഒരു കപ്പ് ഹോൾഡേഴ്സ് 2 കാണാൻ പറ്റും. പിന്നെ ഹാൻഡ് ബ്രേക്ക്. പിന്നെ നമുക്കിവിടെ ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്. ആംറസ്റ്റിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു അടിപൊളി ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്. ഇതിനകത്ത് അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാം. വണ്ടിയുടെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് വയ്ക്കാൻ പറ്റിയ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഗ്ലോ ബോക്സ് ആണ്. പിന്നെ ഇത് ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. നമുക്ക് മൊബൈലൊക്കെ വയ്ക്കാൻ പറ്റിയ റിയർ വ്യൂ മിറർ ഉണ്ട്. പിന്നെ നമുക്കിവിടെ സൺഗ്ലാസ് ഒക്കെ കീപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് സൺഗ്ലാസ് ഒക്കെ വെക്കാം. പിന്നെ 2 റീഡിംഗ് ലാമ്പ് ഉണ്ട്. പിന്നെ സൺറൂഫ് ഈ മോഡലിന് വരുന്നില്ല. ഇതിന് ശേഷമുള്ള മോഡൽ മുതലാണ് സൺറൂഫ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു മിറർ കാണാൻ പറ്റും. ലൈറ്റ് ഇല്ല. ലൈറ്റ് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ഡ്രൈവർ സൈഡിൽ മിററോ ലൈറ്റോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് കിയ സെൽട്ടോസിൻ്റെ ഫ്രണ്ട് പോർഷനിലെ ഫീച്ചേഴ്സും വിശേഷങ്ങളെല്ലാം. ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോവാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാക്ക് സൈഡാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് 3 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ ബാക്കിൽ ടണലില്ലാത്തതുകൊണ്ട് തന്നെ 3 പേർക്ക് നല്ല സുഖമായിട്ടിരിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ എൻ്റെ ഒരു പൊസിഷനിലാണ് ഈ ഫ്രണ്ടിലത്തെ സീറ്റ് സെറ്റ് ചെയ്തേക്കണേ. എനിക്ക് ആ ഫ്രണ്ടിലത്തെ എനിക്ക് ഏകദേശം ഒരു 5.8 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹെഡ് റൂമും ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് കയറ്റിയിടുവാണെങ്കിൽ നല്ല സുഖമായിട്ട് വിശാലമായിട്ട് കാല് നിവർത്തിയിരുന്ന് നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഈ ടണലില്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് 3 പേർക്ക് ഭംഗിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ടതാണ്, നമുക്ക് 2 AC വെന്റുകൾ ബാക്കിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഒരു ചാർജിങ് USB പോർട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു റീഡിംഗ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ വേറൊരു അടിപൊളി ഫീച്ചറാണ് സൺ ബ്ലൈൻഡ്സ് അവൈലബിൾ ആണ് ഈ വണ്ടിയിൽ. അത്യാവശ്യം നല്ല വെയിലുള്ള സമയത്തൊക്കെ ഇത് ഇങ്ങനെ ഇട്ട് ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഇരുന്നോളൂ. അത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. നല്ല ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു സംഭവമാണ്. ഈ വിൻഡോ പോർഷൻ നമുക്ക് നല്ലൊരു വ്യൂ തരുന്നുണ്ട്. നമുക്ക് റോട്ടിലേക്ക് നല്ല വ്യൂ തരുന്നുണ്ട്. നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്ത് റോട്ടിലെ കാഴ്ചകളെല്ലാം ഭംഗിയായിട്ട് കണ്ടു പോകാനുള്ളൊരു വ്യൂ തരുന്നുണ്ട്. നല്ലൊരു പാഴ്സൽ ട്രേ ഉണ്ട്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാം. അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ എൻജിൻ റൂം ഒന്ന് കണ്ടിട്ട് വരാം. എൻ്റെ പൊന്നോ, നല്ല അടിപൊളി ഹെവി വെയിറ്റ് ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഫ്രണ്ടിലെ ഈ ബോണറ്റ് തുറക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ വണ്ടിയുടെ സ്ട്രെങ്ത് എന്താണ്, എന്ത് മാത്രം വെയിറ്റ് ഉള്ളതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. നല്ല അടിപൊളി വെയിറ്റ് ഉള്ള വണ്ടിയാണ്. നമ്മൾ എഞ്ചിൻ റൂമിലേക്ക് നോക്കുമ്പോൾ നല്ല നീറ്റായിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയാണ്, കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇംപ്രഷൻ തോന്നും. ഇതിൻ്റെ എഞ്ചിൻ വരുന്നത് സ്മാർട്ട് സ്ട്രീം G 1.5 ലിറ്റർ എഞ്ചിനാണ്, പെട്രോൾ എഞ്ചിനാണ്. ടർബോ അല്ല, ടർബോ വരുന്നില്ല. ടർബോ GT ലൈനിലാണ് ടർബോ വരുന്നത്. 113 bhp ആണ് വരുന്നത്. പിന്നെ 144 Nm ടോർക്കാണ് വരുന്നത്. ഏകദേശം വണ്ടിക്ക് കമ്പനി പറയുന്ന മൈലേജ് 16.5 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് എഞ്ചിൻ റൂമിലെ കാര്യങ്ങൾ. അപ്പോൾ കിയ സെൽട്ടോസിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഓണറെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? നമുക്ക് ഓണറിനെ ഒന്ന് വിളിക്കാം. എൻ്റെ ചേട്ടനാണ് മനോജ്. മനോജേട്ടൻ്റെ മോനാണ്. പേരെന്താ? എത്രയിലെ പഠിക്കും? എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട്?
സൂപ്പറാണ്. ചേട്ടാ എന്തൊക്കെ ഫിറ്റിംഗ്സ് ആണ് എക്സ്ട്രാ? വണ്ടിയിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തിരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ചാണ് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുള്ളൂ. അതായത് ഫ്രണ്ട് ബമ്പറിൽ ഒരു ബീഡിങ് വന്നിട്ടുണ്ട്, 4 സൈഡിലും വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ സൈഡിലൊരു റെയിൻ ഗാർഡ് വന്നിട്ടുണ്ട്, ഒരു ക്രോം ബീഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ ക്രോം ബീഡിങ് ശരിക്കും വണ്ടിയിൽ അല്ല, ഈ ക്രോം ബീഡിങ് വരുന്നില്ല. ഓക്കെ, നമ്മളിത് ഫുള്ള് ഈ എൻഡ് വരെ നമ്മൾ ക്രോം ബീഡിങ്. ആക്ച്വലി ഇതിനകത്ത് വരുന്നത് ബ്ലാക്ക് കളർ, ഈ ഒരു ഫിനിഷ് തന്നെ വരിക. ആ ഒരു പ്രീമിയം ലുക്കാണ്. അതുകൊണ്ടാണ് ഈ ഒരു അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഇതിലും ബോഡി കളറാണ് ഹാൻഡിൽ വരുന്നത്. ഇതും ഒരു ക്രോം ഫിനിഷിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും ക്രോം ആക്കി ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ സീറ്റ് കവറും അതും കിയ അവരുടെ തന്നെയാണ്. സെയിം ആ ഒരു ബ്രാൻഡിങ്ങിൽ വന്നിരിക്കുന്ന സെയിം ഒരു സ്റ്റാൻഡേർഡ് ഷോറൂമിൽ തന്നെ ഇറക്കിയിരിക്കുന്നതാണ്. ഇതും ഒരു 5D മാറ്റാണ്. 5D മാറ്റാണ്. അതിലൊരു സെൽട്ടോസിന്റെ ബാഡ്ജിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതൊരു പെർമനന്റ് ഫിക്സ് ആണ്. ഓക്കെ. ഇത് നമുക്ക് ഡസ്റ്റ് എല്ലാം ഇതിൽ അക്യുമുലേറ്റ് ആയി നമുക്ക് ക്ലീൻ ചെയ്ത് അതേ സെയിം തന്നെയാണ് ബാക്കിലും ബാക്കിലും ഫുൾ കവേർഡ് ആണ്. നമ്മൾ ഈ ഒരു ഇതെല്ലാം വരാതെ ഇതേ സെയിം ഈ ഒരു ഇതെടുത്ത് ക്ലീൻ ചെയ്ത് മാറ്റാവുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, അത്രയാണ് മെയിനായിട്ട് എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. ഞാൻ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് സെറാമിക് കോട്ടിംഗ് ചെയ്തിട്ടുണ്ട്. സെറാമിക് കോട്ടിംഗ് ചെയ്ത് മാള നമുക്ക് ഒരു പരിചയമുള്ള ഒരാളുടെ അടുത്ത് തന്നെയാണ് സെറാമിക് കോട്ടിംഗ് ചെയ്തത്. അതാണ് ഒരു ഗ്ലാസ് ഫിനിഷ്. സെറാമിക്കിന്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ ഈ ഒരു ഗ്ലോസിനെസ്, ആ കളർ ഫെയ്ഡ് ആവാതെ നമുക്ക് ആ ഒരു ഷൈനിങ്ങിൽ തന്നെ ഉണ്ടാവും. സെറാമിക് കോട്ടിങ്ങിന്റെ എഫക്റ്റ് ഒന്ന് കാണാം. അടിപൊളി. കണ്ട ചേമ്പിലയിലൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പോകുന്ന പോലെ. ഇതിന് ഗ്യാരണ്ടി അങ്ങനെ എത്ര കൊല്ലം? അങ്ങനെ 3 വർഷം ഗ്യാരണ്ടി. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ടോപ്പ് ചെയ്യണം. ഓക്കെ. ഓൺ ദ റോഡ് എത്രയായി വണ്ടിക്ക്? ഓൺ ദ റോഡ് ഇതും കൂടി ചേർന്ന് വരുമ്പോൾ എനിക്കൊരു 14.7 ആയിട്ടുണ്ട്. സെറാമിക് കോട്ടിംഗ് അണ്ടർ ബോഡി സെറാമിക് കോട്ടിംഗ് എക്സ്ട്രാ ഫിറ്റിംഗ്. ഇപ്പൊ എത്ര കിലോമീറ്റർ ആയി വണ്ടി? വണ്ടി ഇപ്പോൾ 700-ന്റെ അടുത്തായി. ഓക്കെ, എങ്ങനെയുണ്ട് ഓടിച്ചിട്ട് എക്സ്പീരിയൻസ് ഒക്കെ? ഡ്രൈവിംഗ് വളരെ കംഫർട്ടാണ്. നമ്മളിതൊരു വലിയ വണ്ടിയാണ്. അകത്തിരുന്ന് നമ്മൾ ഓടിക്കാൻ നേരത്തെ ഒരു ചെറിയ വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് പോകാം. കംഫർട്ടബിൾ ആണ്. പിന്നെ ഒരു പ്രീമിയം ലുക്ക്, നമ്മൾ റിച്ച് ലുക്ക് നമ്മൾ അകത്തിരുന്ന് ഡ്രൈവ് ചെയ്ത് പോകാൻ നേരത്തെ നമുക്ക് ആ ഒരു ഫീൽ, ഒരു സെപ്പറേറ്റ് വേറൊരു ഫീലാണ്. അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. അതേവരേക്കും ബൈ.